വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. ലോകമഹായുദ്ധകാലത്ത് തടവറയിൽ അടയ്ക്കപ്പെട്ട രക്തസാക്ഷിത്വം വരിച്ച പോളണ്ടിലെ ഒരു വൈദികനായിരുന്നു വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. 1894 ജനുവരി 8 പോളണ്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് റെയ്മണ്ട് കോൾബെ എന്ന മാക്സിമിലിയൻ മേരി കോൾബെ ജനിച്ചത്. 1910 തന്നെ ദൈവത്തിന് അടിയറ വെച്ചുകൊണ്ട് ദൈവസേവനത്തിനായി വിശുദ്ധ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. പിന്നീട് റോമിലേക്ക് അയക്കപ്പെട്ട വിശുദ്ധൻ അവിടെ വെച്ച് 1918 പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. 1919 പോളണ്ടിൽ തിരിച്ചെത്തിയ ഫാദർ മാക്സിമിലിയൻ പരിശുദ്ധ കന്യകയോടുള്ള അഗാധമായ സ്നേഹത്താൽ കന്യകാമാതാവിനു വേണ്ടി 1917 ഒക്ടോബർ 16 സ്ഥാപിതമായ അമലോത്ഭവ സൈന്യം എന്ന സംഘടനയുടെ പ്രചാരത്തിൽ മുഴുകി. 1927 വാൾസോക്ക് സമീപമുള്ള നിബോകാലാനോവ് എന്ന സ്ഥലത്ത് അമലോത്ഭവ നഗരം എന്ന ആത്മീയ കേന്ദ്രം വിശുദ്ധൻ സ്ഥാപിച്ചു. ആരംഭ കാലഘട്ടങ്ങളിൽ അമലോത്ഭവ നഗരത്തിൽ 18 സന്യാസികൾ ഉണ്ടായിരുന്നിടത്ത് 1939 ആയപ്പോഴേക്കും ഏതാണ്ട് 650ഓളം സന്യാസികളുമായി വികസിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ആത്മീയ ഭവനമായി തീരുകയും ചെയ്തു. തന്റെ ഉത്സാഹപൂർണമായ പ്രഘോഷണങ്ങളും എഴുത്തുകളും വഴി വിശുദ്ധൻ യൂറോപ്പിലും ഏഷ്യയിലും നിരവധി പ്രേക്ഷിത ദൗത്യങ്ങൾ നിറവേറ്റി. 1941 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ വിശുദ്ധനെ ഓഷ്വിറ്റ്സ് തടങ്കിൽ പാളയത്തിൽ തടവിലാക്കി. ഒരു വലിയ കുടുംബത്തിന്റെ നെടും തൂണ് പട്ടിണിക്കിട്ട് കൊല്ലുവാൻ വിധിക്കപ്പെട്ടവനുമായ ഒരു കുടുംബനാഥന്റെ ജീവന് പകരമായി തന്റെ സ്വന്തം ജീവൻ നൽകുവാൻ അവിടെ വെച്ച് വിശുദ്ധൻ സന്നദ്ധനായി. അതേ തുടർന്ന് നാസികൾ വിശുദ്ധനെ പട്ടിണിക്കിട്ടുവെങ്കിലും പട്ടിണി മൂലം വിശുദ്ധൻ മരിക്കാത്തതിനെ തുടർന്ന് 1941 ഓഗസ്റ്റ് 14 മാരകമായി വിഷം കുത്തിവെച്ചാണ് വിശുദ്ധനെ കൊലപ്പെടുത്തിയത്. 1982 ഒക്ടോബർ 10 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാക്സിമിലിയൻ കോൾബെയെ കാരുണ്യത്തിന്റെ രക്തസാക്ഷി എന്ന നിലയിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പത്രപ്രവർത്തകർ, കുടുംബം തടവറയിൽ കഴിയുന്നവർ, സത്യത്തിനു വേണ്ടി പോരാടുന്നവർ, ലഹരിക്ക് അടിമയായവർ തുടങ്ങിയവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ.